ഇപ്പം ഞങ്ങൾ ഇക്കടെ വീട്ടിൽ പോയതിന് ശേഷം ഞങ്ങൾ പോകുന്നത് ഉമ്മയുടെ കുടുംബ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു പള്ളിയൊക്കെ ഉണ്ട്. ആ പള്ളിയിലും കയറി. ഇതാണ് ഉമ്മ ജനിച്ച കുടുംബം. ഇവിടെ ഇപ്പോൾ ആരും താമസമൊക്കെ ഇല്ല, എല്ലാവരും മാറിയൊക്കെ പോയി. ആ കുടുംബം ഇങ്ങനെ താമസം ഇല്ലാണ്ട് ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇടിഞ്ഞു തൊഴിഞ്ഞൊക്കെ അങ്ങ് പോയി, ഇപ്പോൾ ആരും ഇല്ലല്ലോ, അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇതാണ് ഈ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങൾ ജനിച്ച, ഞാൻ എൻ്റെ ഇക്കയൊക്കെ ജനിച്ച കുടുംബം. ഇതെന്ന് പറയുന്നത് പണ്ട് ഭയങ്കരമായൊരു കാറ്റത്ത് തെങ്ങ് വന്നടിച്ചാണ് ഈ വീട് ഇങ്ങനെ ആയിപ്പോയത്. ഇതിനൊക്കെ ഒരുപാട് കഥകളും ചരിത്രങ്ങളൊക്കെ ഉണ്ട്. തെങ്ങ് വന്നടിച്ചാൽ ഫുൾ അങ്ങ് നശിച്ചു പോയി. പിന്നെ ഇതിൻ്റെ ബാക്കിൽ എൻ്റെ മാമയൊക്കെ താമസിക്കുന്നുണ്ട്. മാമയുടെ മോളെയാണ് നേരത്തെ കണ്ടത്. അപ്പോൾ അവളെയൊക്കെ കണ്ട് കുഞ്ഞിനെയൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ചക്കയൊക്കെ അടത്ത് പള്ളിയിലൊക്കെ കയറി പിന്നെ പോയി ഉമ്മയുടെ എൻ്റെ റിലേറ്റീവ്സ് ഉമ്മയുടെ കുഞ്ഞുമ്മയുടെ വീട്ടിലാണ്. എൻ്റെ കൊച്ചുമ്മായി, ഉമ്മയുടെ മോൾ എൻ്റെ ഉമ്മയുടെ കുഞ്ഞുമ്മയുടെ മോൾ എൻ്റെ കൊച്ചുമ്മയല്ലേ, അങ്ങനെ അവിടെയൊക്കെ കയറി. പിന്നെ ഇത് വേറൊരു കുഞ്ഞുമ്മയുടെ വീട് തന്നെ അവർ റിസോർട്ടിന് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് പിന്നെ അവിടെ നല്ല വരിക്ക ചക്കയുണ്ട്, അങ്ങനെ ചക്കയൊക്കെ അടത്ത് പിന്നെ നേരെ മൂത്താപ്പാടെ വീട്ടിൽ കയറി അവിടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ ഉമ്മയുടെ വേറൊരു കുഞ്ഞുമ്മയുടെ വീട്ടിലൊക്കെ പോയി നേരെ സെയ്ത്തിൽ ചെന്ന് അന്ന് നൈറ്റത്തെ ഈ കുഴിമന്തിയും മേടിച്ച് ഞങ്ങൾ